ഈ ആഴ്ച 11 മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. 11 മത്സരാർത്ഥികളിൽ നിന്നും ആരൊക്കെയാണ് ഈ ആഴ്ച പുറത്താകുന്നതെന്ന് വോട്ടിംഗ് റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാം പൊസിഷനിൽ ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തവണ്ണം നിലയുറപ്പിച്ചിരിക്കുന്നത് അനീഷ് തന്നെയാണ്. 30,200 വോട്ടുകളോടുകൂടി കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അനീഷ് ഇപ്പോൾ. അനീഷിന്റെ കുതിച്ചുകയറ്റം കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് ഇനി എത്തില്ല എന്ന് ഉറപ്പുള്ളത് ഷാനവാസിനാണ്. 23,300 വോട്ടുകളോടുകൂടി രണ്ടാം സ്ഥാനത്താണ് ഷാനവാസ് നിലകൊള്ളുന്നത്. മൂന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ആദില തന്നെയാണ്. വോട്ടിംഗിൽ കാര്യമായ മുന്നേറ്റമൊന്നും കാഴ്ചവെക്കാനായില്ലെങ്കിലും 18,033 വോട്ടുകളാണ് ആദിലയുടെ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത്. ആദിലയുമായി കിടപിടിച്ചുകൊണ്ട് നാലാം പൊസിഷനിൽ നിൽക്കുന്നത് ലക്ഷ്മിയാണ്. 17,500 വോട്ടുകളാണ് ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. ഇവരെയുള്ള വോട്ടിംഗ് റിസൾട്ട് തകിടം മറിച്ചുകൊണ്ട് അക്ബറിന്റെ 5ാം സ്ഥാനത്തേക്കുള്ള തള്ളിക്കയറ്റമാണ് ഇപ്പോൾ കാണുന്നത്. 15,230 വോട്ടുകളാണ് അക്ബറിനെ നേടാൻ സാധിച്ചിട്ടുള്ളത്. ജിസൈലിനെ പിന്നിലാക്കി 6ാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ജിഷിനാണ്. 17,080 വോട്ടുകളാണ് ജിഷിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. അക്ബറിന്റെയും ജിഷിന്റെയും തള്ളിക്കയറ്റം കാരണം 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് ജിസൈലാണ്. 14,986 വോട്ടുകളാണ് ജിസൈലിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. ബിന്നിയെ പിന്നിലാക്കിക്കൊണ്ട് 8ാം സ്ഥാനത്തേക്ക് കടന്നുകയറിയിരിക്കുകയാണ് ആര്യൻ ഇപ്പോൾ. 14,700 വോട്ടുകളാണ് ആര്യന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. ആര്യന്റെ കടന്നുകയറ്റം കാരണം 9ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ബിന്നി. 14,760 വോട്ടുകളാണ് ബിന്നിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ബിന്നി ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ് തുടരുന്നതും. സാബുമാനെ പിന്തള്ളിക്കൊണ്ട് 10ാം പൊസിഷനിലേക്ക് അഭിലാഷിന്റെ കടന്നുകയറ്റമാണ് ഇപ്പോൾ കാണുന്നത്. 14,320 വോട്ടുകൾ അഭിലാഷിന് നേടാൻ സാധിച്ചെങ്കിലും അഭിലാഷ് തുടരുന്നത് ഡേഞ്ചർ സോണിൽ തന്നെയാണ്. ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഔട്ടാവാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് അത് അഭിലാഷ് തന്നെയാണ്. അഭിലാഷിന്റെ കടന്നുകയറ്റം കാരണം 11ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് സാബുമാനാണ്. 14,100 വോട്ടുകൾ മാത്രമേ സാബുമാന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. ഡബിൾ എവിക്ഷൻ ആണ് ഈ ആഴ്ചയെങ്കിൽ ഔട്ടാവാൻ സാധ്യതയുള്ള 2 മത്സരാർത്ഥികളാണ് അഭിലാഷും സാബുമാനും. നിങ്ങളുടെ സപ്പോർട്ട് ഇവരിൽ ആർക്കാണെന്ന് കമന്റ് ചെയ്യുക.